കോൺഗ്രസിൽ നിന്നും കൂറുമാറി CPM പിന്തുണയോടെ വിജയിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു രാജിവെച്ചു. എന്നും അടിയുറച്ച കോൺഗ്രസ് പ്രവർത്തകയാണ് എന്നും മഞ്ജു ഈ വിഷയത്തിൽ നിന്ന് പ്രതികരിച്ചു. ശരി, കോൺഗ്രസ് പ്രവർത്തകയാണ്, അന്നും ഇന്നും അങ്ങനെ തന്നെയായിരിക്കും. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് LDF എൻ്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ എനിക്ക് അവർ പിന്തുണ നൽകുകയാണ് ചെയ്തത്. ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ ആ പിന്തുണ സ്വീകരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതിനാൽ ഞാൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നു. ഗോകുൽ VS ആണ് പാലക്കാട് നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. ഗോകുൽ, ഗുഡ് മോർണിംഗ്. അഗളിയിലേക്ക് നല്ല വമ്പൻ ട്വിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ രാജിയിലേക്കൊക്കെ നീങ്ങുകയാണ്. രാവിലെ തന്നെ കോൺഗ്രസ് നിലപാട് മയപ്പെടുത്തിക്കൊണ്ടൊക്കെ പറയുന്നതൊക്കെ കേട്ടായിരുന്നു. അതിന് പിന്നാലെയാണോ മഞ്ജുവിന്റെ ഭാഗത്തുനിന്ന് നീക്കം വരുന്നത്? തീർച്ചയായും ഒരു ദിവസത്തിന് ശേഷമുള്ള വിവേകം വരിക എന്ന് പറയില്ല, അതാണ് ഇപ്പോൾ നമ്മൾ ഈ പ്രതികരണത്തിൽ കണ്ടത്. കാരണം മിനിയാന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ പ്രസിഡന്റ് ഇന്ന് രാജിവെക്കുന്നു. ഇന്ന് രാവിലെ തന്നെ അതിന്റെ സൂചനകൾ ലഭിച്ചിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ DCC പ്രസിഡന്റ് തങ്കപ്പൻ വളരെ മയപ്പെടുത്തിയുള്ള ഒരു പ്രസ്താവനയാണ് ഇതിൽ നൽകിയത്. ചിലപ്പോൾ അറിവില്ല പൈതങ്ങൾ അല്ലെങ്കിൽ അറിയാതെ ചെയ്തു പോയതാണ് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു പ്രതികരണങ്ങളാണ് DCC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത്. ഏതായാലും ആ അറിവില്ലായ്മ മഞ്ജു തിരുത്തി എന്ന് തന്നെ പറയാം. കാരണം മഞ്ജു ഇത്തരത്തിലൊരു രാജിക്കത്ത് നൽകിയപ്പോൾ രാജി സ്വീകരിച്ചു, മഞ്ജു രാജിവെച്ചു എന്നുള്ള വാർത്തകളാണ് അഗളിയിൽ നിന്ന് പുറത്തു വരുന്നത്. ഏതായാലും ഒരുപക്ഷെ ഈ അയോഗ്യതയുടെ കാര്യമൊക്കെ ഒരുപക്ഷെ അത് കഴിഞ്ഞിട്ടായിരിക്കും, അതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണ ഒരുപക്ഷെ മഞ്ജുവിൽ ഉണ്ടായതെന്ന് ആണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ രാജിവെച്ച് മുന്നോട്ട് പോകുന്നത്. കാരണം കോൺഗ്രസ് ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനൊക്കെ തന്നെ തീരുമാനിച്ചിരുന്നു. അങ്ങനെ ശക്തമായ നടപടിയുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് മഞ്ജു രാജിവെച്ചതിന് ശേഷമുള്ള പ്രതികരണമാണ് ഞാൻ എന്നും അടിയറച്ച കോൺഗ്രസ് പ്രവർത്തകയായിരിക്കും, ആ രീതിയിൽ CPMന്റെ പിന്തുണ എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു എന്നുള്ള പ്രതികരണമാണ് മഞ്ജുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ശരി, ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ആ ദിവസം തന്നെ നമ്മൾ അഗളിയിലേക്ക് ഉൾപ്പെടെ നടന്ന വമ്പൻ ട്വിസ്റ്റ്, അത് വലിയ സംഭവം തന്നെയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ താൻ അടിയുറച്ച കോൺഗ്രസ് പ്രവർത്തക തന്നെയായിരിക്കും എന്ന് പറഞ്ഞ് ഒരു ദിവസത്തിന് ശേഷം മഞ്ജു രാജിവെച്ചിരിക്കുന്നത്. രാവിലെ തന്നെ DCC പ്രസിഡന്റ് പറയുന്നുണ്ടായിരുന്നു, അബദ്ധം സംഭവിച്ചതായിരിക്കാം, തെറ്റ് തിരുത്തുമെന്ന് കരുതുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ നിലപാട് മയപ്പെടുത്തിയതിന് പിന്നാലെ കൂടിയാണ് നമ്മളിപ്പോൾ ഈ ഒരു രാജി വാർത്തയെക്കുറിച്ച് കൂടി സംസാരിച്ചത്. ഗോകുലാണ് പാലക്കാട് നിന്നും വിവരങ്ങൾ നൽകിയത്.